എന്നും പറയുന്ന എൻ്റെ വാക്കുകൾ, ദ വേർഡ്സ് ഐ സ്പീക്ക് എവ്രി ഡേ. വളരെ ഇൻട്രസ്റ്റിംഗ് ടൈറ്റിലാണ്. ഞാൻ എന്നും പറയുന്ന വാക്കുകൾ. നമ്മൾ ഈ ഒരാഴ്ച മുഴുവനും യേശുക്രിസ്തുവിൽ സെൻറ്റർ ചെയ്ത് ചിന്തിച്ച് അത് മാത്രം പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ഉടമ്പടി അങ്ങ് എടുക്കുകയാണ്. യേശുവിൻ്റെ അല്ലാത്ത ചിന്തകളൊന്നും എൻ്റെ ചിന്തയിൽ വരത്തില്ല. അങ്ങനെ ഒരു ഉടമ്പടി എടുക്കുന്നത് നല്ലതാണ്. ടെസ്റ്റ് ആൻഡ് സീ ദാറ്റ് ഐ ആം ഗുഡ്. ദൈവം പറയുന്നുണ്ട്, എന്നെ രുചിച്ചറിയണമെങ്കിൽ ഒരാളെ മെഡിറ്റേറ്റ് ചെയ്യണം. നമ്മൾ ഈ ധൃതി പിടിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ എന്നാ കഴിച്ചതെന്ന് പോലും ഓർക്കത്തില്ല. പക്ഷേ വളരെ ഈ 7 കോഴ്സ് മീലിലൊക്കെ ചെല്ലെങ്കിൽ ഓരോന്ന് കഴിയുമ്പോൾ അത് ഓരോന്നിൻ്റെയും ടേസ്റ്റ് നമുക്കറിയാം. നമുക്കതെല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് ഒരേ ടേസ്റ്റ് ആക്കി വെക്കും നമ്മൾ. പക്ഷേ അങ്ങനെയല്ല. ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ഐ ആം ഗുഡ്. അപ്പം ദൈവത്തിൻ്റെ മുമ്പിൽ ദ വേർഡ്സ് ഹാവ് ഗോട്ട് ഗ്രേറ്റ് പവർ. നമ്മൾ പറയുന്ന വാക്കുകൾക്ക് വലിയ ശക്തിയാണ്. ദർ ഇസ് ട്രിമെൻഡസ് പവർ ഇൻ ദ വേർഡ്സ് ഐ സ്പീക്ക്. ഞാൻ പറയുന്ന വാക്കുകൾക്ക് അധിക ശക്തിയുണ്ട്. എല്ലാ വ്യക്തികളുടെയും ഉണ്ട്. ബേസിക് പ്രിൻസിപ്പിൾസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഉൽപ്പത്തിയിൽ ദൈവം തമ്പുരാൻ പിതാപുത്ര പരിശുദ്ധാത്മ ഒന്നിച്ച് നിന്നിട്ട് പിതാവ് ആഗ്രഹിക്കുന്നു, പുത്രൻ പറയുന്നു, അല്ലെ പിതാവ് പറയുന്നു, ആരെങ്കിലും ഒരാൾ, അവരിൽ ഒരാൾ പറയും ലെറ്റ് ദെയർ ബി ലൈറ്റ് എന്ന് പറയുമ്പോൾ വെളിച്ചം ഉണ്ടാകുകയാണ്. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറയുന്നിടം വരെ അവിടെ വെളിച്ചം വരുന്നില്ല. ഭൂമി പാഴും ശൂന്യമായിരുന്നു, ഇരുട്ടുണ്ടായിരുന്നു, വെള്ളമുണ്ടായിരുന്നു, അതിന്മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ സമയമായപ്പം ദൈവത്തിൻ്റെ ആത്മാവിന് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇത് എക്സിക്യൂട്ടീവ് പവർ, അതായത് പരിശുദ്ധാത്മാവ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ കോർട്ടിലൊരു കേസ് ജയിച്ചിട്ട് ആ ഓർഡർ വാങ്ങിച്ചുകൊണ്ട് പോയി പിന്നെ എക്സിക്യൂട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ് പുത്രനും പിതാവും എന്ത് പറയുന്നു അത് എക്സിക്യൂട്ട് ചെയ്യും, അത് ചെയ്തെടുക്കും. അങ്ങനെ ചെയ്തെടുക്കുമെന്നുള്ള ഉറപ്പുണ്ട് എങ്കിൽ നമ്മൾ ദൈവത്തോടാണ് അടുത്ത് ചെന്ന് സംസാരിക്കേണ്ടത്. നമ്മൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഈ ദിവസങ്ങളിൽ കടന്നു ചെല്ലണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ത്രീയെ 24 മണിക്കൂർ ഉപവസിക്കുകയാണ്. ഞാൻ ചോദിച്ചത് നീ എന്തിനാ ഇപ്പം ഉപവസിക്കുന്നത്? അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു, സൗദി വെച്ചാണ്. ഷീ സെഡ് 24 മണിക്കൂർ എൻ്റെ ചിന്തയിൽ പോലും ഒരഴുക്ക് ചിന്ത വരാതിരിക്കാനാണ് ഞാൻ ഇപ്രാവശ്യം ഉപവസിക്കുന്നതെന്ന്. എനിക്കത് കേട്ടപ്പോൾ വളരെ സ്ട്രേഞ്ചായിട്ട് തോന്നി. കാരണം ചിന്തയ്ക്കകത്ത് അഴുക്ക് ചിന്ത വരാതിരിക്കണമെങ്കിൽ ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൽട്ട് ഇല്ലേ? പറയുന്നത് പോട്ടെ, ചിന്തയ്ക്കകത്ത് പോലും അഴുക്ക് ചിന്ത വരാതിരിക്കാൻ അത് വളരെ എന്നെ ടച്ച് ചെയ്തൊരു പോയിൻ്റാണ്. ഞാൻ പലപ്പോഴും അത് ചിന്തിച്ചിട്ടുണ്ട്. ഇന്നുവരെ ഞാൻ അങ്ങനെ ഉപവസിച്ചിട്ടില്ല. പക്ഷേ പലപ്പോഴും വചനത്തിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് ചിന്തകളിൽ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. ദ ട്രിമെൻഡസ് പവർ ഓഫ് ദ വേർഡ് ഈസ് ദാറ്റ് വെൻ യു സേ സംതിങ് ഇറ്റ് ഹാപ്പൻസ്. Faith cannot grow in an atmosphere of negative talk. വിശ്വാസം ഒരിക്കലും നമ്മളെ കുറ്റം പറയുന്നിടത്തോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് പദം പറയുന്നിടത്തോ ഒരിക്കലും വിശ്വാസം വർദ്ധിക്കത്തില്ല. അത് നമുക്കൊരു രോഗമുണ്ടെന്നിരിക്കട്ടെ, രോഗമാണ്, ഞാൻ ഇനി വെല്ലൂർ പോവുകയാണ്, അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ ആശുപത്രി പോവുകയാണ്, അത് കഴിഞ്ഞിട്ട് ഞാൻ കിംസിൽ പോവുകയാണ്, ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കണം, ഒന്നിൻ്റെ പുറകെ നമ്മുടെ ചിന്തയ്ക്കകത്ത് ഇത് ചിന്തിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് കഴിഞ്ഞില്ലെങ്കിൽ അത് കഴിഞ്ഞു. അതിന് വരെ യേശുവിനെ കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിലോ? ചിന്തിക്കത്തില്ല. പണം ഉള്ളിടത്തോളം കാലം നമ്മുടെ വിചാരം ഏറ്റവും വലിയ ആശുപത്രിയിൽ പോയിട്ട് അവിടെ പോയി ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്നല്ല. വി നെവർ ബോദർ ടു ആസ്ക് ഗോഡ്, ദൈവമേ നിൻ്റെ ആത്മാവ് ഈ രോഗത്തെക്കുറിച്ച് എന്ത് പറയുന്നു? നീ അറിയാതെ എൻ്റെ ശരീരത്തിൽ ഒന്നും വരത്തില്ല, അതുകൊണ്ട് നിൻ്റെ വചനം എന്ത് പറയുന്നു എന്ന് നോക്കിയിട്ട് രോഗശാന്തിക്കുള്ള വചനം എടുത്ത് കണ്ടുപിടിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് ഉപവാസ പ്രാർത്ഥന നടത്തി അനേകരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ടാകുമ്പോൾ കർത്താവ് പലപ്പോഴും നല്ല കറക്റ്റായിട്ടുള്ള ഡോക്ടറിനെ വേണമെങ്കിൽ പറഞ്ഞു വിടുകയും ചെയ്യും. അതല്ല, ആവശ്യം തന്നെ കടന്നു വന്ന് സൗഖ്യമാക്കുകയും ചെയ്യും. അങ്ങനെ എത്രയോ പേർക്ക് ജീവിതത്തിൽ സൗഖ്യം കിട്ടാൻ തൻ്റെ വചനം ഉപയോഗിച്ചു. വേദപുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ രോഗികളായിട്ട് കടന്നു വന്ന എല്ലാവർക്കും ദൈവം തമ്പുരാൻ തൻ്റെ ഹീലിംഗ് അല്ലെങ്കിൽ സൗഖ്യം കൊടുത്തു. അടിപ്പിണറുകളാൽ സൗഖ്യം കൊടുത്തു. യേശു പറയുന്നതാണ്, ഫെയ്ത്ത് ഈസ് റിലീസ്ഡ് ത്രൂ വേർഡ്സ്. വിശ്വാസം പ്രഖ്യാപിക്കുന്നതിൻ്റെ വചനത്തിൽ കൂടെ, സംസാരത്തിൽ കൂടാണ്. ഒത്തിരി വിഷമിച്ചിരിക്കുന്ന ഒരാൾ മിക്കപ്പോഴും എന്നെ വിളിക്കാറുണ്ട്. ഞാൻ ഒത്തിരി നീണ്ട നെഗറ്റീവ് ടോക്ക് കേൾക്കത്തില്ല. എന്നെ കുറച്ച് എന്താണ് മെയിൻ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു പറയാം. അതിനെന്നെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, നമുക്ക് യേശുവിൻ്റെ മുമ്പിൽ ഈ വിഷയം ഒന്ന് ഏൽപ്പിക്കാം എന്ന് പറയുമ്പോഴേ പ്രശ്നത്തിന് പരിഹാരമാകും. കാരണം പ്രശ്നം എന്തെന്ന് അറിയുന്നവനെ മുമ്പിൽ കൊണ്ട് വെച്ചെന്നേ
നമ്മൾ കിടന്നുകൊണ്ട് നമ്മുടെ അഭിപ്രായങ്ങൾ, എനിക്ക് ഇന്ന ആളിനെ അറിയാം, ഇന്ന ഡോക്ടറിനെ അറിയാം, അതൊക്കെ പറയുന്നത് മാനുഷികമായ, അത് ചെയ്യണോ എന്നുള്ളത് അന്നേരം ദൈവം പറയുന്ന പോലെ ചെയ്യുക. പക്ഷേ അതിനെക്കാട്ടിലുപരിയായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്നിട്ട് കർത്താവ് പറയുന്ന അനുസരിച്ച് പറയാൻ പ്രത്യേക കൃപ വേണം. അതിനാണ് പറയുന്നത് ബിലീവ് ആൻഡ് സ്പീക്ക്. രോഗം ഇപ്പം കഴിഞ്ഞ ദിവസം ഒരാളുടെ പ്രശ്നം നമ്മൾ രോഗം ചെറുതോ വലുതോ നമ്മളെന്തിനാണ് ചിന്തിക്കുന്നത്? രോഗത്തിന് ഗ്രേഡ് ഇടുക. നമ്മൾ ഇന്നാണ് നമ്മൾ ഗ്രേഡ് ഇടും. എന്തിനാ ഇതിന് ഗ്രേഡ് ഇടുന്നത്? എൻ്റെ കർത്താവിന് ഇതിന് ഗ്രേഡ് ഉണ്ടോ? ഞാൻ അങ്ങനെ തന്നെ പറയും. അതായത് 4 ദിവസവും മരിച്ചു കിടന്ന ലാസറസിൻ്റെ അടുക്കൽ നമ്മൾ ഗ്രേഡ് ഇടുകയായിരുന്നെങ്കിൽ എത്രയോ സങ്കടകരമായ ഗ്രേഡാണ് കൊടുക്കുന്നത്, ഇല്ലേ? ആ അവസ്ഥയിൽ ദൈവം തമ്പുരാൻ വന്നിട്ട് ലാസറസിനെ ഉയർപ്പിച്ച കഥ, അല്ലെ ജീവിത കഥ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ അതിൽ കൂടുതൽ വേറെ വല്ലയിടത്തും നോക്കണം. ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിട്ട് നമ്മുടെ ആവശ്യങ്ങൾ പറയുമ്പം വിശ്വാസത്തോടെ പറയാൻ നമ്മൾ പഠിക്കണം. ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് പ്രോമിസസ്. വിശ്വാസം, പ്രത്യാശ, വാഗ്ദത്തം. ഇത് മൂന്നുമാണ് നമ്മുടെ ഏറ്റവും വലിയ 3 താക്കോലാണ്. വിശ്വാസം, പ്രത്യാശ, പ്രോമിസസ്, വാഗ്ദത്തങ്ങൾ. ഈ വാഗ്ദത്തത്തിൻ്റെ താക്കോലുകൾ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഏത് വാഗ്ദത്തമാണ് ഇപ്പോൾ ഉപയോഗിക്കേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞു. നിൻ്റെ ആവനാഴികയിൽ എത്രമാത്രം വചനം നീ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ അതനുസരിച്ച് നിൻ്റെ ആത്മാവ് തീ കത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് വചനം അറിയണം. വചനം ഇപ്പം ഈ വചനം വേദപുസ്തക അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കും, പലരും കാണാ പഠിക്കാൻ കഴിവുള്ളവർ ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഉണ്ട്. കാണാ പഠിക്കുന്നതെന്നല്ല, പക്ഷേ ഒരു വചനം എടുത്ത് മറ്റുള്ളവരോട് പറയുമ്പം വേദപുസ്തകം തുറന്ന് വെച്ച് തന്നെ വായിച്ച് കേൾപ്പിക്കണം. കാരണം അതിൻ്റെ വള്ളിക്കും പുള്ളിക്കും വ്യത്യാസം വരുത്തേണ്ട ആവശ്യമില്ല. വചനം ആരെന്ത് വചനം പറഞ്ഞാൽ ഞാൻ ഉടനെ തിരിച്ചു ചോദിക്കും എവിടെയാണ് അത് എഴുതിയിരിക്കുന്നതെന്ന്. അങ്ങനെയുള്ളതുകൊണ്ട് പലർക്കും എൻ്റെ കൂടെയുള്ളവർക്കെല്ലാം വചനം എവിടെയാണെന്നറിയാം. അത് നമ്മുടെ മിടുക്കിനുണ്ടല്ല. വേറൊരു വ്യക്തിയോട് പറയുമ്പോൾ ഈ വേദപുസ്തകത്തിലെ വചനമാണ് ഞാൻ പറഞ്ഞത് എന്ന് വരുമ്പോൾ ഓതൻറ്റിസിറ്റി, അതായത് അതിൻ്റെ സത്യത്തിൻ്റെ പ്രാഗൽഭ്യം വളരെ വളരെ വലുതാണ്. പിന്നെ അത് ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. പ്രവർത്തിപ്പിക്കുന്നത് ദൈവമാണ്. ആർ യു ഇൻ എ പൊസിഷൻ to give an instruction on the basis of the word? വചനാടിസ്ഥാനത്തിൽ കൊടുക്കാൻ സാധിക്കുന്നു. അപ്പം നമ്മുടെ വാഗ്ദത്തങ്ങളെല്ലാം യെസ് ആൻഡ് ആമേൻ എന്ന് വചനം പറയുന്ന എല്ലാ വാഗ്ദത്തങ്ങളും ദൈവം നമുക്ക് തന്നിരിക്കുന്ന എല്ലാ യെസ് ആൻഡ് ആമേൻ എന്ന് 1 കൊരിന്ത്യർ പറയുന്നുണ്ട്. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വാഗ്ദത്തം തന്നിരിക്കുന്നത് എത്രമാത്രം നമ്മൾ ചോദിച്ചെടുത്തിട്ടുണ്ട്, എത്രമാത്രം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ദൈവം പറയുന്നു, ഇപ്പോൾ എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1 പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ സ്വർഗത്തിലുള്ള സകല ആത്മീക അനുഗ്രഹങ്ങളാലും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. പിന്നെന്താണ് അനുഗ്രഹം വരാത്തത്? കാണുന്നില്ല, കണ്ണടഞ്ഞു വരിക. നമ്മൾ കണ്ണുകൊണ്ട് നമ്മുടെ അന്തരാത്മ, അതായത് ഉള്ളിലുള്ള ആത്മാവിനെ പ്രകാശിപ്പിക്കുമ്പം ഞാനെന്ന വ്യക്തിക്ക് പുറമേയുള്ള തേജസ് അല്ല, അകത്തൊരു തേജസ് കത്തി നിൽക്കുകയാണ്. അത് കെടാൻ അനുവദിക്കുകയല്ലേ. അതെന്നും നമ്മൾ ഈ അയൺ ഷാർപ്പൻസ് അയൺ എന്ന് പറയുന്നത്, അതായത് ഒരു പിച്ചാത്തി വേറൊരു പിച്ചാത്തിയും കൂടെ വെച്ച് ഉരയ്ക്കുമ്പോൾ അതിന് രണ്ടിനും മൂർച്ച വരും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് മറ്റേ ആൾ പറഞ്ഞത് ശരിയാ, ഞാൻ പറഞ്ഞത് തെറ്റാ, അല്ലെങ്കിൽ നിങ്ങളുടെ തെറ്റാ, എൻ്റെ അതാ ശരി, ഇതിനകത്തൊന്നും ഒരു കാര്യമില്ല. ഒരാൾ ക്രിട്ടിസൈസ് ചെയ്യുന്നെങ്കിൽ ഉടനെ ചിന്തിക്കണം അതിനകത്ത് വേറൊരു അർത്ഥമുണ്ടെങ്കിൽ അത് കർത്താവ് നിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു എന്ന് പറയാൻ. അപ്പോൾ ദ ലോ ഓഫ് വേർഡ്സ് വർക്ക്. സം പീപ്പിൾ സേ ഐ ആം നോട്ട് ഗുഡ്, ഐ cannot do anything, ഐ ആം അൺവർത്തി. അതായത് ചില മക്കൾ അങ്ങനെ പറയും. അത് ഈ വേർഡിൻ്റെ അയ്യോ എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല, എനിക്ക് ഞാൻ ബലഹീനയാണ്, മോശ പറഞ്ഞല്ലോ എനിക്ക് വിക്കുണ്ട്, എന്നെ കൊണ്ടൊന്നും കൊള്ളത്തില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. അവൾ ഓരോ തരത്തിൽ ഓരോ വ്യക്തി പറയുന്നത്. എന്നാൽ ചിലർ പറയും സാരമില്ല, എന്നോട് പറ, ഞാനത് ശ്രമിക്കാം, ഞാനത് ചെയ്യാം. ആ വ്യക്തികൾ കയറി വരും. കാരണം ദേ ആർ വില്ലിങ് ടു സ്റ്റെപ്പ് ഔട്ട് ഇൻ ഫെയ്ത്ത്. അല്ലേ, കർത്താവിന് എബിലിറ്റിയെക്കാട്ടി കൂടുതൽ അവൈലബിലിറ്റിയാണ്. അതായത് നിൻ്റെ വലിയ കഴിവല്ല എനിക്ക് ആവശ്യം, എന്നോടുള്ള അടുപ്പം, ആ സാന്നിധ്യം. ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അപ്പുറത്തോട് പറയുമോ? അതുപോലെ നമ്മുടെ അതുകൂടെ ചേർത്ത് പറയാനല്ല പറയുന്നത്, ദൈവം പറയുന്ന പോലെ. അതുകൊണ്ട് വചന അടിസ്ഥാനത്തിൽ തന്നെ സംസാരിക്കാൻ നമ്മൾ പഠിക്കണം. സങ്കീർത്തനം 19 പറയുന്നുണ്ടല്ലോ, ലെറ്റ് ദ വേർഡ്സ് ഓഫ് മൈ മൗത്ത് ആൻഡ് ദ മെഡിറ്റേഷൻസ് ഓഫ് മൈ ഹാർട്ട് be acceptable unto thee, O Lord. Let the words of my mouth and the meditations of my heart be acceptable unto thee, O Lord.
ലെറ്റ് ദ വേർഡ്സ് ഓഫ് മൈ മൗത്ത്, അതാണ് നമ്മൾ പറയുന്നത്. എൻ്റെ പാറ, എൻ്റെ വീണ്ടെടുപ്പുകാരനായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. അതായത് ഹൃദയത്തിലെ ധ്യാനം ദൈവത്തോട് ചേർന്ന് നിന്നായിരിക്കണം. നമ്മൾ ചിന്തിക്കുന്നത് പോലും ദൈവത്തിന് അനുരൂപമാണ്. കുറേ പ്രയാസമുണ്ട്. നമ്മൾ ഈ സങ്കീർത്തനങ്ങളൊക്കെ 73 സങ്കീർത്തനം ഒത്തിരിയും സങ്കടങ്ങൾ ആദ്യം അങ്ങനെ പറയുന്നത്, അത് പറഞ്ഞു ഒരു കുഴപ്പമില്ല. ചില സന്ദർഭങ്ങൾ ഞാൻ നോട്ട് ചെയ്യാറുള്ള ഒരു സത്യം, പലപ്പോഴും ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ ഒത്തിരി ശക്തമായിട്ട് ദൈവം അത് ചെയ്യും, അങ്ങനെയാണ് എല്ലാവർക്കും ഉപദേശം കൊടുക്കുമായിരുന്നു കർത്താവ്. ഒരിക്കലും ഞാൻ നെഗറ്റീവ് പറയൂല, കാരണം നെഗറ്റീവ് പറയാൻ എനിക്കെന്താ അവകാശം? ഐ ഹാവ് നോ റൈറ്റ്. ഇല്ലേ, വചനത്തിൽ ഇരിക്കുന്ന വ്യക്തി പോസിറ്റീവായിട്ട് പറയും. ചിലത് സംഭവിക്കത്തില്ല, അതിനകത്ത് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ഗിവിങ് ദം ദ ഹോപ്പ് അറ്റ് ദാറ്റ് ടൈം. അത് നടക്കും, വിശ്വസിക്കുക. നടന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ടൈമിൽ അവരെ കൊണ്ടുവന്ന് ഒരു സ്റ്റേജിൽ അവരെ നാശത്തിൽ നിന്ന് നമ്മൾ, അല്ലെങ്കിൽ ആ നിരാശയിൽ നിന്ന് പൊക്കിയെടുത്ത് നിർത്തിക്കൊണ്ടിരിക്കുക. അന്ത്യം എന്താണെന്നുള്ളത് യേശുവാണ് തീരുമാനിക്കുന്നത്. ബട്ട് വി ആർ ഗിവിങ് ദ ഹോപ്പ്. അത് നമ്മൾ ചെയ്യണം, പ്രത്യാശ കൊടുക്കുന്നവരായിരിക്കണം. ഒരിക്കലും അത് സാധിക്കത്തില്ല കുഞ്ഞെ എന്നും പറഞ്ഞിട്ട് നമ്മൾ പേടിപ്പിക്കേണ്ട ആവശ്യമില്ല, അത് ശരിയല്ല. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നത്, നിൻ്റെ ചിന്തകളിൽ എൻ്റെ ആത്മാവിൻ്റെ ഒരു വലിയ ഒഴുക്കുണ്ടാകണം. അതായത് അകത്തെന്ത് ചിന്തിച്ച് കൂട്ടി വെക്കുന്നു അതേ നിനക്ക് പറയാനൊക്കത്തുള്ളൂ. ചില വ്യക്തികളുണ്ടല്ലോ, അവർ വാ തുറക്കുമ്പോഴേ നമുക്ക് ഭയമാകും. കാരണം അവർ എന്ത് കണ്ടാലും ഒരഴുക്ക് അതിനകത്തോടെ കാണും. ദോഷങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു സ്വഭാവം, ദുഷ്ട കണ്ണുകൾ, അങ്ങനെയൊക്കെ ഉള്ളു. എനിക്ക് ദൂരത്ത് കാണുമ്പോഴേ എനിക്ക് വ്യക്തിയെ മനസ്സിലാകും അവർ നോക്കുന്നത് എന്താണെന്ന് നമുക്ക്. ഇപ്പം എൻ്റെ ചുറ്റുപാടുള്ള എൻ്റെ ഒരു സർക്കിൾ ഓഫ് കോണ്ടാക്റ്റിനകത്ത് വളരെ അങ്ങനെയുള്ളവരില്ല. കാരണം നമ്മൾ ലോകപ്രകാരം ഒത്തിരി ഒരു ഗെറ്റ് ടുഗദറിനൊന്നിന് നമ്മളധികം പോകാറില്ല. ഗോഡ് ഹാസ് സെപ്പറേറ്റഡ്, സെറ്റപ്പാർട്ട് ചെയ്തിട്ട് ദൈവത്തിന് വേണ്ടി നിർത്തിയിരിക്കുന്നതുകൊണ്ട് ആവശ്യമില്ലാത്ത ഒത്തിരിയും ടെൻഷനും കുറവുണ്ട്. എന്നാൽ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ വചനം പ്രാപിച്ചെടുക്കാൻ തക്കവണ്ണം നമ്മൾ ബലപ്പെടണം. കർത്താവിൻ്റെ വചനം നമുക്ക് വായിൽ തന്നിരിക്കുന്നത് പറഞ്ഞ് പ്രാപിച്ചെടുക്കാനാണ്. അതൊരിക്കലും തിന്മയ്ക്കല്ല, നന്മ തന്നെ. മക്കളെക്കുറിച്ച് ആദ്യമുള്ള അമ്മ അപ്പന്മാരോട് ഞാൻ പറയട്ടെ, ഒന്നുകിൽ അവരുടെ ഫോട്ടോയെങ്കിലും എടുത്തു വെച്ചിട്ട് എൻ്റെ മക്കളെ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടത്, അവരുടെ യഹോവയാൽ ദൈവത്താൽ അവർ ഉപദേശിക്കപ്പെട്ടു, അവരുടെ സമാധാനം വലിയത് തന്നെ, അവർ പിന്നെ കല്ലുപോലുള്ള ഹൃദയം മാറ്റി മാംസള ഹൃദയമായിരിക്കുന്നു, അവർ ഞങ്ങളെക്കാട്ടിലും ശ്രേഷ്ഠന്മാരായി ദൈവത്തിന് ശ്രേഷ്ഠ മക്കളായി മാറിയിരിക്കുന്നു. ജോസഫിനെ പോലെ അവരെ ജോസഫ് ഫലപ്രദമായ ഒരു മുന്തിരിവള്ളി, അത് മുതിർമ പടർന്നുകൊണ്ടിരിക്കുന്നു. അത് വില്ലാളികൾ എത്ര ഉപദ്രവിച്ചാലും അവൻ ജീവനോടെ തിരിച്ചു വരുന്ന ഞാൻ കാണുന്നു. ഇങ്ങനെയൊക്കെ അങ്ങോട്ട് വിളിച്ചു പറയുമ്പോഴുണ്ടല്ലോ, എവ്രിതിങ് സ്റ്റാർട്ട്സ് ചേഞ്ചിങ്, ഇറ്റ് വിൽ ചേഞ്ച്, ഇറ്റ് ഹാസ് ടു ചേഞ്ച്. പരീക്ഷിച്ച് നോക്കുക. ഒരാഴ്ച ഏതായാലും യേശുവിൻ്റെ അടുക്കലിരുന്ന് കർത്താവിൻ്റെ തേജസ്കരണത്തെക്കുറിച്ച് അടുത്ത ദിവസങ്ങളിൽ പറയാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മൾ യേശുവിൻ്റെ തേജസ്കരണത്തിന് മുമ്പ് കർത്താവിൻ്റെ കഷ്ടങ്ങളുടെ അനുഭവം വളരെ വളരെ വലുതായിരുന്നു. ക്രൂശ് മരണമായിരുന്നു. കർത്താവിൻ്റെ അടുക്കലേക്ക് നമ്മൾ ചെല്ലുമ്പോഴേ ഓരോ വാഗ്ദത്വം എടുക്കുമ്പോഴും പരീക്ഷണമുണ്ട്, പക്ഷേ ജയം നിശ്ചയമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, ഓരോ വാക്കുകൾ നീ തരുന്നതിന് ജീവനുണ്ട്. എവ്രി വേർഡ് ഇൻ ദ ബൈബിൾ ഈസ് ലിവിങ്. വചനം ജീവനും ചൈതന്യമുള്ള ഈരുവാഴ്ത്തളയുള്ള വാളുപോലെ സന്ധ്യമജകളെയും നിലവുകളെയും പ്രാണനെയും ആത്മാവിനെയും ചിന്തനങ്ങളെയും വിവേചിച്ചറിഞ്ഞ് അത് ചെന്നുകൊണ്ട് പ്രവർത്തിച്ചിട്ടല്ലാതെ തിരിച്ചു വരത്തില്ല. വചനം പറയുമ്പോൾ ശ്രദ്ധയോടെ പറയാൻ ഞങ്ങളെ പഠിപ്പിക്കണേ. ചില ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഭാരം തോന്നുമ്പം മുറി അടച്ചിട്ടിരുന്ന് ദാവീദ് പറഞ്ഞ പോലെ ഉള്ള സങ്കടം എല്ലാം യേശുവിനോട് അങ്ങ് പറഞ്ഞ് തീർത്തേച്ച് ഇറങ്ങി വരുമ്പം എല്ലാം എൻ്റെ ദൈവം ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് ഇറങ്ങി വരാനുള്ള കൃപയോട് ഇട്ട് തരണം. പ്രയാസമില്ലാത്ത ഒരു ഫാമിലി ഇല്ല. അനേകം മക്കൾ അവരവരുടെ ഭർത്താക്കന്മാരുടെ കള്ളുകൂടിയെക്കുറിച്ച് ജോലിക്ക് പോയിട്ട് ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വരുന്നവർ, പുറത്തുനിന്ന് വീട്ടിൽ നാട്ടിൽ വന്നേച്ച് പിന്നെ തിരിച്ചു പോകാതിരിക്കുന്നവർ, മക്കളെ നേർവഴിക്ക് വരാതെ സ്വന്തം സുഖത്തിനോടി നടക്കുന്നവർ, എന്തെന്നറിയാതെ സത്യം എന്തെന്നറിയാതെ നടക്കുന്ന അലഞ്ഞു നടക്കുന്ന അവസ്ഥയിൽ എൻ്റെ ദൈവത്തിൻ്റെ സ്പർശനം ഇപ്പോൾ ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ ഒരു വിരൽ അവൻ്റെ തോളത്തൊന്ന് തൊട്ട് കഴിയുമ്പോൾ, ആരുമില്ല എന്ന് കർത്താവിൻ്റെ ഒരു വിരൽ അവൻ്റെ ദേഹത്ത് തൊടുമ്പോൾ ആ ദിവ്യ സ്നേഹം, ഫ്ലഡ് ഗേറ്റ് ഓഫ് ലവ്, ആ സ്നേഹം അവൻ്റെ മേലേക്ക് അകത്തോട്ട് ഒഴുകുന്നതായിട്ട് ഞങ്ങൾ കാണുന്നു. സ്നേഹം എന്തെന്നറിയാൻ വയ്യാതെ
ലോകസ്നേഹത്തിൻ്റെ പുറകെ നടക്കുന്നവർ കർത്താവെ സത്യദൈവത്തെ കാണുമ്പോൾ വേറൊരു സ്നേഹമുണ്ട് എന്ന് മനസ്സിലാക്കും. വിശുദ്ധ സ്നേഹം, സാക്രിഫിഷ്യൽ ലവ്. അങ്ങനെയുള്ളവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രയാസം എടുക്കാൻ പാടില്ല. എന്നാൽ നമ്മുടെ മാത്രം സുഖം ആഗ്രഹിക്കുന്നവർക്ക്, എൻ്റെ കാര്യം എന്ന് ചിന്തിക്കുന്നവർക്ക് ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാനൊക്കത്തില്ല. നാഥ, ഞങ്ങൾ തന്നെത്താനെ സമർപ്പിച്ചുകൊണ്ട് തലമുറകൾക്ക് വേണ്ടി അനേക അമ്മയപ്പന്മാരുടെ സ്വന്തം മക്കൾക്ക് വേണ്ടി, അത് അനേക സ്ത്രീകൾ, ഭർത്താക്കന്മാർ, പുരുഷന്മാർ സ്ത്രീകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൂടെ പഠിക്കട്ടെ അപ്പച്ച. എത്ര പേരങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്ന് അടിയനറിയത്തില്ല. പക്ഷെ എല്ലാവരും കുടുംബമായിട്ട് ഒന്നിച്ച് പ്രാർത്ഥിച്ച് ദൈവം തന്നിരിക്കുന്ന ഈ വലിയ അനുഗ്രഹ പദവിയെ പ്രാപിച്ചെടുക്കുവാൻ കർത്താവേ നിൻ്റെ കൂടെ നിന്ന് ഞങ്ങൾ പ്രശ്നത്തിൻ്റെ നടുക്ക് നീ നടുംതൂണായിട്ട് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കി മുൻപോട്ട് പോകാൻ പഠിപ്പിക്കണമേ. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.